നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോൾ പോഡ്കാസ്റ്റിൻ്റെ അടുത്ത എപ്പിസോഡ് ഓപ്പൺ ടോക്ക് വീഡിയോ സീരീസിൻ്റെ 7ാമത്തെ എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം. ഇപ്പം കാർലോ അഞ്ചലോട്ടി ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ കോച്ചായിട്ട് വന്ന ഘട്ടത്തിൽ വലിയ പ്രതീക്ഷയാണ് ആരാധകർക്കുണ്ടായിരുന്നത്. എന്നാൽ ഒരു മത്സരം കഴിയുമ്പോൾ എന്താണ് ആരാധകരുടെ ഒരു റിയാക്ഷൻ? കാർലോ അഞ്ചലോട്ടിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലേ? ഇങ്ങനെയൊക്കെയുള്ളൊരു ചർച്ച വ്യാപകമായിട്ട് നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ വീഡിയോ സീരീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അതായത് നമ്മൾ വാർത്തക്കപ്പുറം നമ്മുടെ അഭിപ്രായങ്ങളും മറ്റ് യാഥാർത്ഥ്യങ്ങളും ഒക്കെ പങ്കുവെക്കുന്ന ഒരു വീഡിയോ സീരീസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആഞ്ചലോട്ടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ നമ്മുടെ നാട്ടിലെ സുഹൃത്തുക്കൾക്ക് പല അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷേ അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട കാര്യം ബ്രസീലുകാരെന്തു പറയുന്നു എന്നുള്ളതാണല്ലോ. കാരണം ഇത് ബ്രസീൽ ടീമാണല്ലോ. ബ്രസീലിലെ ഫുട്ബോൾ നിരീക്ഷകരും ആരാധകരുമൊക്കെ എന്തു പറയുന്നു എന്നുള്ളതിന് തന്നെയാണ് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് പരിശോധിച്ച് വരികയാണ്. ഇപ്പോൾ കളി ഇക്വഡോറിനെതിരെയാണ് കഴിഞ്ഞത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇക്വഡോർ എന്ന് പറയുന്ന ടീം നിലവിൽ മോശം ടീമല്ല. അവർ ഇത്തവണത്തെ സൗത്ത് അമേരിക്കൻ മേഖല വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഹോം ഗ്രൗണ്ടിൽ ഒറ്റക്കളിയും തോൽക്കാത്തവരാണ്. അതുകൊണ്ടുമായില്ല, ഈ തവണത്തെ സൗത്ത് അമേരിക്കൻ മേഖല വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഏറ്റവും കുറച്ച് ഗോൾ കൺസീഡ് ചെയ്ത ടീമുമാണ്. അപ്പോൾ അവർക്കെതിരെ അവരുടെ നാട്ടിൽ പോയി കളിക്കുക, അതും ആഞ്ചലോട്ടിയുടെ ഡെബ്യൂ മത്സരത്തിൽ എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. ആഞ്ചലോട്ടിയുടെ കയ്യിലൊരു മാജിക് ബാൻഡൊന്നുമില്ല. ഒറ്റയടിക്ക് ഇങ്ങനെ ആ മാന്ത്രിക വടി വീശി കാര്യങ്ങൾ മാറ്റിമറിക്കാൻ. അദ്ദേഹം ലഭ്യമായ കുറഞ്ഞ സമയം കൊണ്ട് ഒരു 4 ട്രെയിനിങ് സെഷനൊക്കെയാണ് ആകെ ലഭിച്ചത്. അതുകൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന മാക്സിമം അദ്ദേഹം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കളി പൂറായിരുന്നു, ഒരു സംശയവും അക്കാര്യത്തിലില്ല, സമ്മതിക്കുന്നു. പക്ഷേ തോറ്റുകൊണ്ട് തുടങ്ങിയിരുന്നെങ്കിലോ കൂടുതൽ വലിയ വിമർശനങ്ങൾ വന്നേനെ. അതിന് പകരം ഒരു പോയിൻ്റെങ്കിലും നേടി അവിടെ നിന്ന് മടങ്ങിപ്പോരാൻ പറ്റി. ഇനി ബ്രസീലിയൻ മണ്ണിലാണ് കളി, അടുത്ത കളി. അത് ജൂൺ 11-നാണ്. എതിരാളികൾ പരാഗ്വയാണ്. വിജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ഓൾറെഡി കോച്ച് പ്രകടിപ്പിച്ചു കഴിഞ്ഞു. നമ്മൾ നോക്കുകയാണ്. ബ്രസീലിലെ പ്രമുഖ മാധ്യമമാണ് ഗ്ലോബോ. ഒരുപക്ഷെ ബ്രസീലിയൻ ഫുട്ബോളിനെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നൊരു മാധ്യമമായിരിക്കും. അപ്പോൾ ഗ്ലോബോയുടെ സ്പോർട്സ് വിഭാഗം ഫുട്ബോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന എക്സ്പെർട്ട് മൗറിസിയോ സറാവിയയുടെ ഒരു നിരൂപണം നമ്മൾ നോക്കുകയാണ് ഈ കളിയെക്കുറിച്ച്, കാർലോ അഞ്ചലോട്ടിയെക്കുറിച്ച്. ഈ കളിക്ക് ശേഷം വന്നിട്ടുള്ള ബ്രസീലിയൻ മാധ്യമത്തിൽ നിരൂപണമാണ്. ഇറ്റ്സ് ഗോയിങ് ടു ബി ടഫ് കാർലിറ്റോ. എളുപ്പമായിരിക്കില്ല, ഇത് ബുദ്ധിമുട്ടായിരിക്കും, ആഞ്ചലോട്ടിക്ക് പോലും ബുദ്ധിമുട്ടാവും എന്ന് ഇപ്പോഴേ നിരീക്ഷിക്കുകയാണ്. ബ്രസീലിൽ അങ്ങനെയാണ്. ഓരോ കാര്യവും, അവരുടെ ദേശീയ ടീമിൻ്റെ ഓരോ കാര്യവും അവർ ഇഴകീറി പരിശോധിക്കും. ഫുട്ബോൾ ശ്വസിക്കുന്ന നാടാണത്, ഫുട്ബോൾ പൂക്കുന്ന രാജ്യമാണത്. അവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫുട്ബോളാണ്. അതുകൊണ്ട് തന്നെ ഓരോ സാധാരണക്കാരനും ചെറിയ കുട്ടിയും ദേശീയ ടീമിനെക്കുറിച്ച് അഭിപ്രായം പറയും, അതിനെക്കുറിച്ച് വിലയിരുത്തും. യൂറോപ്പിലെ പോലെ ആവണമെന്നില്ല. ആഞ്ചലോട്ടിക്ക് കാര്യങ്ങൾ ബുദ്ധിമുട്ടായിരിക്കുമെന്നത് ഉറപ്പാണ്. യൂറോപ്പല്ല ബ്രസീൽ. അപ്പോൾ ഒന്നാമത്തെ കളി കഴിയുമ്പോഴേക്കും വിമർശനങ്ങളുടെ ചില മുനകൾ, ചില മൂലകളിൽ നിന്ന് ഉയർന്നു വരുന്നത് അതുകൊണ്ടുകൂടിയാണ്. അവരുടെ ഹൃദയത്തിൽ അത്രയധികം വലിയ സ്ഥാനം അവരവരുടെ ഫുട്ബോളിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സറാവിയ പറയുന്നൊരു കാര്യം, മൗറിസിയോ സറാവിയ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. 0-0 എന്നുള്ള സ്കോർ ലൈനാണ്. പ്രത്യേകിച്ചൊന്നും മാറ്റമുണ്ടായിട്ടില്ല. ഇറ്റാലിയൻ കോച്ച് ടീമിനെ പരിശീലിപ്പിക്കാൻ തുടങ്ങിയിട്ട് എന്തു മാറ്റമുണ്ടായി എന്ന് ആരാധകർ ചോദിച്ചാൽ അത്ഭുതമില്ല. ഒരു പക്ഷേ ഈ കളി കാണുമ്പോൾ ബ്രസീലിയൻ ആരാധകർ കോച്ച് ഇപ്പോഴും ഡൊറിവാൾ ജൂനിയർ ആണോ അതല്ല ഫെർണാണ്ടോ ഡിനിസ് ആണോ എന്നൊക്കെ ചോദിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല. കളിക്കളത്തിലെ ആ ഒരു പ്രോളിഫിക്നെസ് ഒരല്പം കുറവായിരുന്നു എന്ന് തന്നെ ഇവിടെ അദ്ദേഹം നിരീക്ഷിച്ചു വെക്കുകയാണ്. നോക്കണം നിങ്ങൾ, കോച്ച് വന്നിട്ട് 3-4 സെഷൻ മാത്രമേ ടീം പരിശീലിച്ചിട്ടുള്ളൂ. അപ്പോഴേക്കും കോച്ചിനെ അവർ വിലയിരുത്തുന്നു. ഡൊറിവാൾ ജൂനിയറോടും ഡിനിസിനോടും ഒക്കെ താരതമ്യം ചെയ്യുകയാണ്. ഫുട്ബോൾ ലോകത്തെല്ലാം നേടിയിട്ടുള്ള കോച്ച്. എല്ലാം എന്ന് പറഞ്ഞാൽ ദേശീയ ടീമിനോടൊപ്പമല്ല, ക്ലബ് ഫുട്ബോളിൽ, ദേശീയ ടീമിൽ അദ്ദേഹം ആദ്യമായിട്ടാണ് വരുന്നത്. അങ്ങനെ ക്ലബ് ഫുട്ബോളിലെല്ലാം നേടിയിട്ടുള്ള കോച്ചിനെ അവർ വിലയിരുത്തുകയാണ്. ഒറ്റക്കളി കൊണ്ട് കഴിഞ്ഞില്ല. എന്നിട്ട് വീണ്ടും വിശദീകരിക്കുകയാണ് ആഞ്ചലോട്ടിയുടെ ടീമിൻ്റെ ഈ പുവർ പെർഫോമൻസ്
അത് ഒറ്റ കളി കൊണ്ട് ഞാനങ്ങ് ആഞ്ചലോട്ടിയെ എഴുതി തള്ളുന്നില്ല. എന്നാൽ പോലും ആഞ്ചലോട്ടിക്ക് കൂടുതൽ വർക്കുകൾ ഇവിടെ ചെയ്യാനുണ്ട് എന്ന് തോന്നി പറയുകയാണ്. എളുപ്പമല്ല. ശരിയാണ്, ഇപ്പോഴത്തെ അവസ്ഥയിൽ ബ്രസീലിയൻ ദേശീയ ടീമിന് വേൾഡ് കപ്പ് യോഗ്യത ബുദ്ധിമുട്ടൊന്നുമല്ല. 4ാം സ്ഥാനത്ത് അവരുണ്ട്. ആദ്യ 6 സ്ഥാനക്കാർക്ക് നേരിട്ട് യോഗ്യത കിട്ടും. 7ാം സ്ഥാനക്കാരായിട്ടുള്ള ടീമിന് ഇൻ്റർ കോണ്ടിനെൻ്റൽ പ്ലേ ഓഫ് കളിക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ദർ ഇസ് നോ ത്രെറ്റ് ടു ബ്രസീൽസ് പ്രസൻസ് ഇൻ ദി വേൾഡ് കപ്പ്. അത് കൃത്യമാണ്. പക്ഷെ അതുകൊണ്ടായില്ല അറ്റ് ദി മൊമെൻറ്റ് ബ്രസീൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുവർ ലെവൽ ഓഫ് ഫുട്ബോൾ വെച്ചുകൊണ്ട് കിരീടത്തിന് യാതൊരു സാധ്യതയുമില്ല. വേൾഡ് കപ്പ് കിരീടമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഇത്തരത്തിൽ കളിച്ചു പോയാൽ ഒരു സാധ്യതയുമില്ല. പക്ഷേ ഇത് പുതിയൊരു കോച്ചാണ്, പുതിയൊരു സ്റ്റേജാണ് എന്ന കാര്യം മറക്കുന്നില്ല. ഇതൊരു ന്യൂ ബിഗിനിങ് ആണ്. ആഞ്ചലോട്ടിയുടെ കരിയർ നമുക്ക് ഒരു കാര്യം ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. വരുന്ന ഭാവിയിൽ ഒരു പക്ഷേ ഇൻഡിഫിനിറ്റ് പീരീഡ് ആയിരിക്കും. ഇപ്പോൾ 1-2 കളികൾ കൊണ്ടോ അല്ലെങ്കിൽ അടുത്ത ആഴ്ച അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത കോളപ്പിൽ നിന്നൊന്നുമല്ല. കുറച്ചധികം സമയം അദ്ദേഹത്തിന് കൊടുത്താൽ കാര്യങ്ങളൊന്നുകൂടി സേഫാക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിയും എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കരിയർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്നാണിപ്പോൾ മൗറിസിയോ സറാവിയയുടെ ഒരു നിരീക്ഷണം. ഒരു പരിധിവരെ ഇതിൽ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോഴേ നമ്മൾ ഡെനിസിനോടും അല്ലെങ്കിൽ ഡൊറിവാൾ ജൂനിയറോടും ഒന്നും വിലയിരുത്താൻ അങ്ങനെ താരതമ്യം ചെയ്യേണ്ടതില്ല. അതൊഴികെ ബാക്കി അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഇപ്പോൾ 1-2 കോളപ്പുകൾ കൊണ്ട് ബ്രസീൽ ടീമിനെ അങ്ങ് ഒരു മാജിക് വാൻഡ് ഉപയോഗിച്ച് മാറ്റിമറിക്കുന്ന പോലെ മാറ്റിമറിക്കാനൊന്നും ആർക്കും കഴിയില്ല. പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നം പരിഹരിക്കാൻ സമയമെടുക്കും. അത് പരിഹരിക്കപ്പെടുമെന്ന കാര്യം ഉറപ്പാണ് ആഞ്ചലോട്ടിയുടെ കീഴിൽ. അതിൻ്റെ കാരണം എന്താ? അദ്ദേഹത്തിൻ്റെ കരിയർ, ഇതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഇത്തരം പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റും. എളുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ സ്വിച്ചിട്ട പോലെ ഇന്നോ നാളെയോ എന്നല്ല, ഇപ്പോൾ എന്നല്ല, കുറച്ച് സമയമെടുത്താൽ അദ്ദേഹത്തിന് പരിഹരിക്കാൻ പറ്റും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതാണൊരു കോട്ട് ഞാൻ ഇന്ന് രാവിലെ വായിച്ചത്. ശരിക്കും മനസ്സിൽ കൊണ്ടൊരു കോട്ടാണ്. തീർച്ചയായിട്ടും കാർലോ ആഞ്ചലോട്ടി മികച്ചൊരു ടീം ഉണ്ടാക്കും ബ്രസീലിൽ. അത് പക്ഷേ ഇന്നോ നാളെയോ അല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. സമയം കൊടുക്കണം കോച്ചിന്. ക്ലബ് ഫുട്ബോൾ പോലെയല്ല. താരങ്ങൾ അത്രയധികം ഒന്നും കൈ കിട്ടില്ല. കോച്ച് അത് പറയുകയും ചെയ്തു ഇന്നത്തെ ഈ ഒരു കളിക്ക് ശേഷം. സമയം കുറവാണ്, എന്നാലും ഇവിടെ ക്വാളിറ്റി ഉണ്ട്, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് കോച്ച് കാർലിറ്റോ പറയുകയുണ്ടായി. ആ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ആരാധകരും കാത്തിരിക്കുന്നത്. ഒരു പക്ഷേ അടുത്ത കളിയിൽ തന്നെ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കും എന്ന് വേണം നമ്മൾ കരുതാൻ. കാരണം എവിടെയൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് ബോധ്യമായിട്ടുണ്ട്. കളിക്ക് ശേഷം അദ്ദേഹം അത് പറഞ്ഞല്ലോ, ടീമിൻ്റെ ഡിഫൻസ് വളരെ മികച്ചതാണ്, മികച്ച രൂപത്തിൽ ഞങ്ങൾ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്, അറ്റാക്ക് ഒരല്പം ഐസൊലേറ്റഡ് ആയി പോയി, അത് പരിഹരിക്കാൻ പറ്റും, ഒരാളെ ഞങ്ങൾ മിസ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഡിഫൻസ് ഓക്കെ ആണെങ്കിൽ അറ്റാക്കിൽ റാഫീഞ്ഞയുടെ വരവ് അവർക്ക് സഹായകരമാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ അപ്പോഴും ഉള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം, ആരാണ് സ്ട്രൈക്കർ? റിച്ചാലിസനെ കൊണ്ടാവുമോ? ഇന്നത്തെ കളി കണ്ടാൽ റിച്ചാലിസനെ കൊണ്ടാവില്ല എന്ന് പറയേണ്ടി വരും. പുവർ ഫസ്റ്റ് ടച്ചും മറ്റുമൊക്കെ ആയിട്ട് കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ പറ്റാതെ പോകുന്നൊരു റിച്ചാലിസൺ. ബ്രസീൽ കാലങ്ങളായിട്ട് ടിറ്റയുടെ കാലത്തൊക്കെ അവരനുഭവിച്ചൊരു പ്രശ്നമാണത്, ഒരു പ്രോപ്പർ നമ്പർ 9 സ്ട്രൈക്കറെ കിട്ടുന്നില്ല എന്നുള്ളത്. ഗബ്രിയൽ ജീസസിനെ കുറേ കാലം അങ്ങനെ കൊണ്ടുവരാൻ നോക്കി. പക്ഷേ 2018 വേൾഡ് കപ്പ് എത്തിയപ്പോൾ മുതൽ അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് താഴേക്ക് പോകുന്ന നമ്മൾ കണ്ടത്. പിന്നെ ക്ലബ് ഫുട്ബോളിലൊക്കെ വ്യത്യസ്ത പൊസിഷനുകളിൽ അദ്ദേഹം കളിക്കാനും തുടങ്ങി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ R9 ക്വാളിറ്റിയുള്ളൊരു സ്ട്രൈക്കർ, അഡ്രിയാനോയുടെ ക്വാളിറ്റിയുള്ളൊരു സ്ട്രൈക്കർ അതൊന്നും വേണ്ട. അവരുടെ 10-1 കപ്പാസിറ്റിയുള്ള ഒരു നമ്പർ 9 കിട്ടിയാൽ ബ്രസീലിന് കാര്യങ്ങൾ കുറച്ചുകൂടിയൊക്കെ നല്ല രൂപത്തിൽ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ നെയ്മർ ഇല്ലാത്തത് കൊണ്ടാണ് ബ്രസീൽ, അല്ലെങ്കിൽ നെയ്മർ അവഗണിക്കുന്നത് കൊണ്ടാണ് ബ്രസീൽ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ റാഫ് ടോക്സ് മെയിൻ ചാനലിൽ കുറേ കമൻറ്റ് കണ്ടു. എന്താ അവരോടൊക്കെ പറയുക? പരിക്കേറ്റ് പുറത്തിരിക്കുന്ന ഒരു താരം, പൂർണ്ണമായിട്ടും ഫിറ്റില്ലാത്തൊരു കളിക്കാരനൊന്നും എടുത്തുകൊണ്ട് ഒരു കോച്ചിനും മുന്നോട്ട് പോകാൻ പറ്റില്ല. അദ്ദേഹം പൂർണ്ണമായിട്ടും ഫിറ്റ്നസ്സൊക്കെ വീണ്ടെടുത്ത് തിരികെ വന്നാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അർഹിക്കുന്ന സ്ഥാനം കൊടുക്കും. അത് ആഞ്ചലോട്ടി തന്നെ കോളപ്പിൻ്റെ സമയത്ത് വ്യക്തമാക്കിയതാണ്. ഒരു കോച്ചിന് പൂർണ്ണ ഫിറ്റല്ലാത്ത ഒരു കളിക്കാരൻ, അയാളില്ലാത്തത് കൊണ്ട് ടീം തോൽക്കുന്നു അല്ലെങ്കിൽ ടീം വിജയിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. അവിടെ തന്നെ ഇങ്ങനെ കുറ്റിയടിച്ച് നിൽക്കാൻ പറ്റില്ല. മൂവ് ഓൺ ചെയ്യുക, വേറെ താരങ്ങളെ വെക്കുക, അത് പരിഹരിച്ച് പോകാൻ വേണ്ടി പറ്റാവുന്നത്ര ശ്രമിക്കുക. അല്ലെങ്കിൽ മറ്റൊരാൾ എന്ന രീതിയിൽ പോയേ പറ്റൂ. അല്ലാതെ കുറേ ഇപ്പോൾ തമാശ എന്താണെന്ന് വെച്ചാൽ കുട്ടീഞ്ഞില്ലാത്തതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്, കുട്ടീഞ്ഞൊക്കെ ഇപ്പോൾ ഏത് നിലവാരത്തിലുള്ള കളിയാണ് കളിക്കുന്നതെന്ന് കൂടി ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക്.
അപ്പോൾ അതാണ് ഇവിടുത്തെ പ്രശ്നം. നമ്മുടെ നാട്ടിലെ ആളുകൾ വൈകാരികമായിട്ട് ഇങ്ങനെ പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. എന്താണ് ബ്രസീലുകാർ പറയുന്നത് എന്ന് തന്നെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അവിടെ അവർക്ക് അവരുടെ ടീമിൻ്റെ ക്വാളിറ്റിയിൽ വിശ്വാസമുണ്ട്. പക്ഷെ ഇപ്പോഴും കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്ത് വരാൻ സമയമെടുക്കും എന്നുള്ള യാഥാർത്ഥ്യം ചില ഫാൻസെങ്കിലും ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. പിന്നെ CBF ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും മറ്റുമൊക്കെ അത് ടീമിനെ ബാധിക്കാതിരിക്കാൻ ഇപ്പോൾ അവർ മാക്സിമം നോക്കിയിട്ടുണ്ട്. അതെന്തായാലും നല്ലത്. ആഞ്ചലോട്ടി അക്കാര്യത്തിൽ ഹാപ്പിയാണ്. CBFൻ്റെ വർക്കിങ്ങിൽ അദ്ദേഹം ഇപ്പോൾ ഹാപ്പിയാണ്. ഇപ്പോൾ ഇത് തുടക്കമാണ്, ആ ഒരു സ്റ്റാർട്ടിങ് പീരീഡാണ്. എന്നാൽ പോലും അദ്ദേഹം ഇംപ്രസ്ഡ് ആണ് കാര്യങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് വർക്ക് ചെയ്യാനുള്ള ഒരു കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയറും കുറച്ച് സമയം കൂടി കിട്ടിയാൽ മാറ്റിമറിക്കാവുന്നതേ ഉള്ളൂ ബ്രസീലിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു വിധിയെ. ഗോൾ കീപ്പർ ആലിസൺ ബെക്കർ, ഡിഫൻസിൽ ഇപ്പം അലക്സ് റിബൈറോയും മാർക്കിഞ്ഞോസും, വിങ് ബാക്കുമാർ കുറച്ചുകൂടി മികച്ച രൂപത്തിലേക്ക് വരേണ്ടതുണ്ട്. മധ്യനിരയിൽ കാസമിറോ മോശമല്ലാത്ത കളി കളിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബ്രൂണോ ഗുയിമാരസിൻ്റെ കാര്യത്തിലാണ്. അതിൽ പക്ഷേ കോച്ചിന് അത്ര വലിയ പരാതിയൊന്നും ബ്രൂണോ ഗുയിമാരസിൻ്റെ കാര്യത്തിലില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. മുന്നേറ്റത്തിലേക്ക് വരുമ്പോഴാണ് ചില പ്രശ്നങ്ങൾ. റാഫിഞ്ഞ വരുമ്പോൾ ശരിയാവുമെന്നും അതുപോലെ നെയ്മർ വരും കാലങ്ങളിൽ ടീമിലേക്ക് എത്തുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയും ചെയ്യുകയൊക്കെ ആണെങ്കിൽ അറ്റാക്കിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. ബട്ട് സ്റ്റിൽ ഒരു പ്രോപ്പർ നമ്പർ 9 സ്ട്രൈക്കർ വേണ്ടതുണ്ട് എന്ന പ്രശ്നം, ആ ഒരു വിടവ് അവിടെ അങ്ങനെ തന്നെ തുടരുകയുമാണ്. അപ്പം പറഞ്ഞു വരുന്നത്, മൗറിസിയോ സറാവിയ പറഞ്ഞ പോലെ കാർലോ ആഞ്ചലോട്ടിയെ കൊണ്ട് സാധിക്കും, അത് ഇന്നോ നാളെയോ സംഭവിക്കുമെന്ന് കരുതി ഇരിക്കരുത്. പിന്നെ കോച്ചിനെ സംബന്ധിച്ചിടത്തോളം സ്ഥലം മാറിയതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടം തീർച്ചയായിട്ടും യൂറോപ്പിലെ പോലെയല്ല കാര്യങ്ങൾ. ഇപ്പോൾ കണ്ടില്ലേ, ഇക്കഡോറിലെ ഗ്രൗണ്ടിൻ്റെ സ്ഥിതിവിശേഷം വളരെ ശോചനീയമായിരുന്നു. കോച്ച് അത് പറയുന്നത്, ഞാനത് എക്സ്ക്യൂസായിട്ട് പറയുകയല്ല, പക്ഷേ ഹൈ ലെവൽ കളി കളിക്കാൻ പറ്റിയ രൂപത്തിലായിരുന്നില്ല പിച്ചിൻ്റെ സിറ്റുവേഷൻ എന്ന്. ഇത് ഈവൻ ബ്രസീലിൽ പോലും അത്തരത്തിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരിക്കൽ ലിയോ മെസ്സിയൊക്കെ പിച്ചിൻ്റെ സ്വഭാവത്തിനെതിരെ ബ്രസീലിൽ ഒരു കോപ്പ അമേരിക്ക നടക്കുമ്പോൾ പ്രതികരിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അന്ന് മെസ്സി മാത്രമല്ല, അന്നത്തെ ബ്രസീൽ കോച്ച് ടിറ്റോ ഒക്കെ പറഞ്ഞിരുന്നു, സോ യൂറോപ്പിലെ പോലെ എല്ലാം സ്മൂത്ത് ആവില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങളോട് കാർലിറ്റോ എങ്ങനെ പൊരുത്തപ്പെടുന്നു, അതനുസരിച്ച് അഡാപ്റ്റഡായിട്ട് അദ്ദേഹം എങ്ങനെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ളിടത്താണ് കാര്യം. ഒരു കാര്യം ഉറപ്പാണ്, ബ്രസീലിയൻ ഫുട്ബോളിന് ഇപ്പോഴും മികച്ച ടാലൻ്റുള്ള കളിക്കാരുണ്ട്. അവരൊന്ന് കോർഡിനേറ്റ് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, അതൊക്കെയാണ് ചെയ്യേണ്ടത്. അതൊക്കെ വർഷങ്ങളായിട്ട് ചെയ്ത് പരിചയമുള്ള ഒരാളാണ് കാർലോ ആഞ്ചലോട്ടി. അദ്ദേഹത്തെ കൊണ്ട് സാധിക്കുമെന്ന് തന്നെ കരുതാം. വേൾഡ് കപ്പിന് ബ്രസീൽ എന്തായാലും യോഗ്യത നേടും, അക്കാര്യം ഉറപ്പാണ്. കാരണം ഇപ്പോഴത്തെ ഒരു ക്വാളിഫിക്കേഷൻ സിസ്റ്റം അതാണ്. അപ്പോൾ അത് വെച്ച് ബ്രസീൽ പുറത്താവാനുള്ള സാധ്യതയൊന്നും ഇപ്പോഴില്ല. അപ്പോൾ അതുകൊണ്ട് ഭാവിയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് തന്നെ വരും മത്സരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് സ്റ്റെപ്പ് ഉണ്ടാവുമെന്ന് തന്നെ കരുതാം. സോ ബ്രസീലിയൻ ആരാധകരോട് ഇത്രയേ പറയാനുള്ളൂ. ബ്രസീലിലടക്കം വലിയ രൂപത്തിൽ സൂക്ഷ്മ നിരീക്ഷണം, സൂക്ഷ്മ പരിശോധനയൊക്കെ കോച്ചിൻ്റെയൊക്കെ കാര്യത്തിൽ നടക്കുകയാണ്. എന്നാൽ പോലും അവർ കാത്തിരിക്കണം. 1-2 മത്സരങ്ങൾ കൊണ്ടൊന്നും ഒരു മാജിക്കൽ വാൻഡ് പോലെ വീശിയിട്ട് കളിയങ്ങ് മാറ്റിയെടുക്കാൻ പറ്റില്ല. സമയം കൊടുത്താൽ ആഞ്ചലോട്ടി ബ്രസീലിനെ പഴയ പ്രതാപത്തിലേക്ക് തിരികെ നടത്തും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.